എക്സിറ്റ് പോൾ ഫലങ്ങൾ എത്രത്തോളം ആധികാരികമാണെന്നതിൽ സംശയം പ്രകടിപ്പിക്കുന്നവരുണ്ട്. 2004 പൊതു തെരഞ്ഞെടുപ്പിലെ എക്സിറ്റ് പോൾ ഫലങ്ങളെ നിഷ്പ്രഭമാക്കി UPA അട്ടിമറി വിജയം നേടിയത് മാറ്റി നിർത്തിയാൽ തുടർന്ന് ഇങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പുകളിലെ പ്രവചനങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഏറെക്കുറെ പറഞ്ഞതെല്ലാം ശരിയായി വന്നിട്ടുണ്ട്. ഇന്നലെ പുറത്തിറങ്ങിയ പ്രവചനങ്ങളിൽ ഒന്നിൽ പോലും ഇന്ത്യ സഖ്യത്തിൻ്റെ അപ്രമാദിത്വം പ്രതിപാദിക്കുന്നില്ല. 2014 2019 എന്നതുപോലെ 2024 മോദി മാജിക് സംഭവിക്കുന്നു. വികസനം പറഞ്ഞ് വോട്ട് ചോദിക്കാതെ വർഗീയതയുടെ അതിപ്രസരത്തിൽ മുക്കി NDA പ്രചരണം നടത്തിയെന്ന ആക്ഷേപമാണ് പ്രതിപക്ഷം ഉയർത്തിയത്. നമുക്കെല്ലാവർക്കും അറിയാം, വെറുപ്പിൻ്റെയും വിഭജനത്തിൻ്റെയും രാഷ്ട്രീയം കളിക്കുന്നവരെ വോട്ടർമാർ ഒറ്റപ്പെടുത്തുമെന്ന പ്രതിപക്ഷ പ്രതീക്ഷയല്ലേ തകർന്ന തരിപ്പണമായിരിക്കുന്നത്? നോക്കൂ നമ്പ്യാരെ, നമ്മുടെ എക്സിറ്റ് പോൾ എന്ന് പറയുന്നത് ഒരു ഫലപ്രഖ്യാപനമല്ല. പക്ഷെ എക്സിറ്റ് പോളിലൂടെ പുറത്തു വരുന്ന അതിനൊരു പ്രവർത്തന നൈരന്തര്യമുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തു അതിലൂടെ പുറത്തു വരുന്ന ചില സൂചകങ്ങളാണ്. ഭാരതത്തിന്റെ ചരിത്രത്തിലെ രാഷ്ട്രീയ രംഗത്ത് ചിലപ്പോഴൊക്കെ അത്തരം സൂചകങ്ങൾ തെറ്റായ നിഗമനങ്ങളിൽ എത്തിയിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ അത് വളരെ പോസിറ്റീവായിട്ടും വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇത്തവണ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ചില തെളിവുകൾ ഇപ്പൊ നിലനിൽക്കുന്നുണ്ട്. ഉദാഹരണത്തിന് 4-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് ഔപചാരികമായിട്ട് എണ്ണാൻ തുടങ്ങുന്നതെങ്കിലും അരുണാചലിലും സിക്കിമിലും ഇന്ന് ഒരു സാമ്പിൾ വെടിക്കെട്ട് എന്ന് വേണമെങ്കിൽ പറയാവുന്ന, അല്ലെങ്കിൽ ഒരു സാമ്പിൾ എന്ന് പറയാവുന്ന തരത്തിലേക്കുള്ള ഒരു പ്രവർത്തനം നടന്നു കഴിഞ്ഞു. നമുക്കറിയാം, ഇന്ന് ഏതാണ്ട് ഒരു ആവറേജ് നമ്മുടെ ഈ എക്സിറ്റ് പോളിലെ വിവിധ ഏജൻസികളും അവരെ സംബന്ധിച്ചിടത്തോളം അവർ ചെറിയ ചില്ലറക്കാരാണെന്ന അഭിപ്രായമൊന്നും നമുക്കില്ല. അവർ വലിയ മാർക്കറ്റിൽ അത്തരം കാര്യങ്ങൾ ഇടപെടുന്ന ആളുകളാണ്. അവരുടെ റിലയബിലിറ്റി കാത്തു സൂക്ഷിക്കേണ്ടത് അവരുടെ കൂടെ ആവശ്യമാണ്. അതിന് കേവലം തമാശയ്ക്ക് അപ്പുറത്തേക്ക് ചില ശാസ്ത്രീയമായ പ്രവർത്തനങ്ങൾ അതിന്റെ പുറകിലുണ്ട്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളവും ഇതൊക്കെ വിശ്വാസ്യത, റിലയബിലിറ്റി എന്ന് പറയുന്നത് അവരുടെയൊക്കെ നിലനിൽപ്പിന്റെ കൂടി പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടിയാണ്. ഇതിന്റെ ആധികാരികതയും ഇതിന്റെ സത്യസന്ധതയും ഇതിന്റെ ശാസ്ത്രീയതയും ഇതിന്റെ റിലയബിലിറ്റിയും നമ്മൾ പരിശോധിക്കപ്പെടുക. അരുണാചലിൽ ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം, ഏതാണ്ട് ഒരുപക്ഷെ ഇവരൊക്കെ പ്രവചിച്ചതിനേക്കാൾ കുറെ കൂടി ഭാരതീയ ജനതാ പാർട്ടിക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനും അനുകൂലമായ തരത്തിലുള്ള റിസൾട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അരുണാചലിൽ കാവ്യമയമാണ് എന്നാണ് ദേശീയ മാധ്യമങ്ങളൊക്കെ പറയുന്നത്. അതിന്റെ സൂചകമായിട്ട് അവർ പറയുന്നത് ഏതാണ്ട് 10ഓളം സീറ്റുകളിൽ അവിടെ എതിരാളികൾ പോലും ഉണ്ടായിരുന്നില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം വളരെ 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 പ്രതിപക്ഷം എന്ന് പറയാവുന്ന തരത്തിലേക്കുള്ള ഒരു ശക്തിക്ക് പോലും അവിടെ ഇടയില്ലാത്ത തരത്തിലാണ് പ്രവർത്തിക്കുന്നത്. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ കുറിച്ച് വളരെ നേരത്തെ തന്നെ നമുക്കറിയാം. അതിന്റെ ഫ്രജൈലിറ്റിയെ കുറിച്ച്, അതിന് ഹാൻഡിൽ വിത്ത് കെയർ എന്ന് പറഞ്ഞതിനെ കുറിച്ച്, അവിടെ അത്ര എളുപ്പത്തിൽ ഗോത്രവർഗങ്ങളാണ്, അവിടെ രാജ്യ സ്നേഹത്തിൻ്റെതായ ചിന്ത പടർത്താൻ വളരെ വിഷമകരമാണ് എന്നൊക്കെ പറഞ്ഞിടത്തേക്ക് ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ നൽകുന്ന ഒരു വളരെ പോസിറ്റീവായ ഒരു ചിന്തയും ആ മേഖലകളിൽ പോലും പയ്യെ പയ്യെ വളരെ സാവകാശത്തിലാണെങ്കിൽ പോലും ദേശീയതയ്ക്കൊപ്പം നീങ്ങാൻ, രാജ്യത്തിന്റെ പൊതു താല്പര്യത്തോടൊപ്പം നിൽക്കാൻ സിക്കിമിൽ നമ്മൾ കാണുന്ന എന്താണ്? വടക്കൻ സംസ്ഥാനത്തെ മറ്റു പ്രധാനപ്പെട്ട മേഖലയായ സിക്കിമിലും ഇന്ന് ഈ പറഞ്ഞ എക്സിറ്റ് പോളുകളിൽ മുന്നോട്ട് വെച്ച അതേ മാനദണ്ഡത്തിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. ഇനി നമ്മൾ അടുത്ത ചോദ്യം, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ? നമ്മെ സംബന്ധിച്ചിടത്തോളം ദേശീയ ജനാധിപത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം അത്ഭുതമുള്ള വസ്തുതയൊന്നുമല്ല.